നമ്മളിന്ന് നോക്കാൻ പോകുന്നത് UGC നെറ്റ് 2023 ഡിസംബർ സൈക്കിളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. ഇത് നമ്മളൊരു മോക്ക് ടെസ്റ്റ് എന്ന നിലയിലാണ് ചോദിക്കുന്നത്. അതായത് ചോദ്യം ചോദിക്കുകയും ഒപ്പം ആൻസറുകൾ പറഞ്ഞു തരികയും ചെയ്യുന്നു. ഈ ആൻസറുകൾ അനാലിസിസ് ചെയ്യുന്നില്ല. ഇതിൻ്റെ അനാലിസിസ് പാർട്ട് നമ്മൾ വേറൊരു ദിവസം ചെയ്യുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു പിയാഷെ തിയറി, എ കോഗ്നിറ്റീവ് പ്രോസസ് ഇൻ വിച്ച് എ സ്കീമ ഈസ് മോഡിഫൈഡ് ആസ് എ റെസ്പോൺസ് ടു ഫീഡ്ബാക്ക് ഫ്രം എൻവയോൺമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മോഡിഫൈയിങ് സ്കീമ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4 ഓപ്ഷൻ ഉണ്ട്: ഓപ്പറേഷൻ, അസിമിലിയേഷൻ, കൺസർവേഷൻ, അക്കോമഡേഷൻ. അപ്പം ഈ ഒരു ചോദ്യത്തിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ 4 ആണ്, അക്കോമഡേഷൻ. നമുക്ക് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഡിസീസ് നോട്ട് റിലേറ്റഡ് ടു കാർഡിയോവാസ്കുലാർ സിസ്റ്റം. ഇവിടെ നോട്ട് റിലേറ്റഡ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. 4 ഓപ്ഷൻ ഉണ്ട്: അതെറോസ്ക്ലറോസിസ്, 2 അജീന പെട്രോറിസ്, 3 ക്രോൺസ് ഡിസീസ്, 4 അനോറിസിയ. ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്, ക്രോൺസ് ഡിസീസ് ആണ്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സീഗർനിക് എഫക്റ്റ് എക്സ്പ്ലെയിൻസ്. 4 ഓപ്ഷൻ ഉണ്ട്: ദ ട്രാൻസ്ലേഷൻ ഓഫ് ലേണിംഗ് ഇൻറ്റു ബിഹേവിയർ, 2 ബിഹേവിയർ ഡയറക്റ്റഡ് ടുവേഴ്സ് സം ഗോൾ, 3 ദ ടെൻഡൻസി ടു റിമെമ്പർ അൺകംപ്ലീറ്റ് ടാസ്ക് ലോങ്ങർ ദാൻ കംപ്ലീറ്റഡ് വൺസ്, 4 എ നമ്പർ ഓഫ് ഇൻ്റർ റിലേറ്റഡ് ഇൻഡിവിജ്വൽ മെമ്മറി ട്രേസസ്. അപ്പം ഈ ഒരു ചോദ്യത്തിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്, ദ ടെൻഡൻസി ടു റിമെമ്പർ അൺകംപ്ലീറ്റഡ് ടാസ്ക് ലോങ്ങർ ദാൻ കംപ്ലീറ്റഡ് വൺസ്. അടുത്ത ക്വസ്റ്റ്യൻ: ഓട്ടോക്ലിപ്റ്റിക് ബിഹേവിയർ റെഫേഴ്സ് ടു. 4 ഓപ്ഷൻ ഉണ്ട്: 1 എ ഗ്രാമാറ്റിക് ഫ്രെയിംവർക്ക് ഫോർ വെർബൽ behavior, 2 a person who works alone, 3 behavior for the benefits of oneself, 4 behavior exhibited when one meets a specific objective. 4 ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ നോക്കുക. ഓക്കെ, ഇതിൻ്റെ റൈറ്റ് ആൻസർ കിട്ടിക്കാണും എന്ന് കരുതുന്നു. ഇതിൻ്റെ റൈറ്റ് ആൻസർ ഇതാണ്, ഓപ്ഷൻ 1 എ ഗ്രാമാറ്റിക് ഫ്രെയിംവർക്ക് ഫോർ വെർബൽ ബിഹേവിയർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്റ്റാറ്റ്യൂട്ടറി റേപ്പ് റെഫേഴ്സ് ടു. ഓപ്ഷൻ 1 ദ ഹസ്ബൻഡ് ഫോഴ്സിംഗ് ദി അൺവില്ലിംഗ് വൈഫ് ഫോർ സെക്ഷൽ ഇൻ്റർകോഴ്സ്, ഓപ്ഷൻ 2 ഫോഴ്സിബിളി ഹാവിംഗ് സെക്ഷൽ ഇൻ്റർകോഴ്സ് വിത്ത് എ റെസിസ്റ്റിംഗ് മൈനർ, 3 ഫോഴ്സിബിളി ഹാവിംഗ് സെക്ഷൽ ഇൻ്റർകോഴ്സ് വിത്ത് എ റെസിസ്റ്റിംഗ് പേഴ്സൺ ഫ്രം ദി സെയിം ജെൻഡർ, 4 വയലൻസ് ഇൻ സെക്ഷൽ ഇൻ്റർകോഴ്സ് ബൈ എ ഹസ്ബൻഡ് ഓർ വൈഫ് ലീഗലി മാരീഡ്. അപ്പം ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ 2 ആണ്, ഫോഴ്സിബിളി ഹാവിംഗ് സെക്ഷൽ ഇൻ്റർകോഴ്സ് വിത്ത് എ റെസിസ്റ്റിംഗ് മൈനർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: നെയിം ദി സൈക്കോളജിസ്റ്റ് ഹൂ ഹാസ് പ്രൊപ്പോസ്ഡ് ആൻഡ് സജസ്റ്റഡ് ദാറ്റ് ദ ഡിക്ലറേറ്റീവ് മെമ്മറി ക്യാൻ ഐദർ ബി എപ്പിസോഡിക് ഓർ സെമാറ്റിക്. 4 ഓപ്ഷൻ ഉണ്ട്: 1 തുൽവിൻ, 2 ലോഹാർട്ട്, 3 ക്രൈക്ക്, 4 വാറിങ്ടൺ. അപ്പോൾ ഇതിനകത്ത് 4 ഓപ്ഷൻ ഉണ്ട്, നോക്കിയിട്ട് ശരിയായിട്ടുള്ളത് പറയുക. ഈ ഒരു ചോദ്യത്തിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ 1 ആണ്, തുൽവിൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഇൻക്രീസ്ഡ് അക്സസിബിലിറ്റി ഓർ റിട്രീവബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ മെമ്മറി പ്രൊഡ്യൂസ്ഡ് ബൈ ദി പ്രയർ പ്രസൻറ്റേഷൻ ഓഫ് റെലവൻറ്റ് ക്യൂസ് ഈസ് കോൾഡ്. 4 ഓപ്ഷനാണുള്ളത്: 1 പ്രൈമിംഗ്, 2 പ്രൈമാസി, 3 ക്യൂ, 4 അക്യൂസിഷൻ. ഈ ഒരു ചോദ്യത്തിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്, പ്രൈമിംഗ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: വൺ സൈക്കോളജിസ്റ്റ് വൈൽ കണ്ടക്ടിങ് ഡേറ്റ ഫ്രം ഗാംബ്ലേഴ്സ് ഫസ്റ്റ് ഐഡൻറ്റിഫൈഡ് 1 ഗാംബ്ലർ ആൻഡ് ഫ്രം ഹിം ട്രേസ്ഡ് ഔട്ട് 3 more ആൻഡ് ത്രൂ ദിസ് 3 furthermore he continued like this. This is an example of dash. ഓക്കെ, 1 കോട്ട സാമ്പിളിംഗ്, 2 സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, 3 സ്നോബോൾ സാമ്പിളിംഗ്, 4 ആക്സിഡൻ്റൽ സാമ്പിളിംഗ്. ഈ ഒരു ചോദ്യത്തിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്, സ്നോബോൾ സാമ്പിളിംഗ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: പാരാമീറ്റർ പോപ്പുലേഷൻ ഡാഷ് സാമ്പിൾ. അതായത് പാരാമീറ്ററും പോപ്പുലേഷനും എങ്ങനെയാണോ ബന്ധപ്പെട്ടിരിക്കുന്നത്
അതുപോലെ തന്നെ സാമ്പിളും വേറൊന്നുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് താഴെ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷനിൽ നിന്ന് കണ്ടെത്തണം. അപ്പോൾ ഓപ്ഷൻ 1 ഡിസ്പേർഷൻ, ഓപ്ഷൻ 2 ഇൻഫറൻസ്, ഓപ്ഷൻ 3 സ്റ്റാറ്റിസ്റ്റിക്, ഓപ്ഷൻ 4 ഓപ്പറേഷൻ. ഈ ഒരു ചോദ്യത്തിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കൺസിഡർഡ് ടു ബി എറർ കമ്പോണൻറ്റ് ഇൻ അനോവ? എ ബിറ്റ്വീൻ മീൻ സ്ക്വയർ, രണ്ടാമത്തെ ഓപ്ഷൻ വിത്തിൻ മീൻ സ്ക്വയർ, 3 ഇൻട്രാക്ഷൻ മീൻ സ്ക്വയർ, 4 ടോട്ടൽ മീൻ സ്ക്വയർ. ഓക്കെ, അപ്പം ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ 2 ആണ്, വിത്തിൻ മീൻ സ്ക്വയർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ഫോർ അനാലിസിസ് ഓഫ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ ബൈ റിസർച്ചേഴ്സ് ഇൻ സൈക്കോളജി? ഓപ്ഷൻ 1 SPSS, 2 AMOS, 3 NVivo, 4 Liserel. അപ്പം ഈ ഒരു ചോദ്യത്തിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ 3 ആണ്, NVivo. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്. ടു കാൽക്കുലേറ്റ് ദി കോറിലേഷൻ ബിറ്റ്വീൻ എ ജെന്യുവൻലി ഡൈക്കോട്ടോണമസ് വേരിയബിൾ ആൻഡ് എ കണ്ടിന്യൂസ് വേരിയബിൾ വി ഹാവ് ടു യൂസ് ഡാഷ്. ഓപ്ഷൻ 1 ബൈസീരിയൽ ആർ, ഓപ്ഷൻ 2 പോയിൻറ്റ് ബൈസീരിയൽ ആർ, ഓപ്ഷൻ 3 ടെട്രാകോറിക് ആർ, ഓപ്ഷൻ 4 5 കോഎഫിഷ്യൻറ്റ്. അപ്പം ഈ ഒരു ചോദ്യത്തിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്, പോയിൻറ്റ് ബൈസീരിയൽ ആർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ആറ്റിറ്റ്യൂഡ് വിച്ച് ഈസ് കോൺഷ്യസ് ആൻഡ് ഈസി ടു റിപ്പോർട്ട് ഈസ് കോൾഡ് ഡാഷ്. ഓപ്ഷൻ 1 എക്സ്പ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ്, ഓപ്ഷൻ 1 ഇംപ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ്, ഓപ്ഷൻ 2 എക്സ്പ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ്, ഓപ്ഷൻ 3 അൺകോൺഷ്യസ് ആറ്റിറ്റ്യൂഡ്, ഓപ്ഷൻ 4 ഇൻട്രിൻസിക് ആറ്റിറ്റ്യൂഡ്. ഓക്കെ, ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ 2 ആണ്, എക്സ്പ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്. എ തിയറി വിച്ച് അഡ്വക്കേറ്റ്സ് പ്രിജുഡീസ് സ്റ്റെംസ് at least in part from economic competition between social group is dash. Option 1 contract hypothesis, option 2 social identify theory, option 3 realistic conflict theory, option 4 repulsion hypothesis. ഈ ഒരു ചോദ്യത്തിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്, റിയലിസ്റ്റിക് കോൺഫ്ലിക്റ്റ് തിയറി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് മെമ്പേഴ്സ് ഇൻ എ ഗ്രൂപ്പ് ആർ പെർഫോമിംഗ് അഡിക്റ്റീവ് ടാസ്ക് ദെൻ ഡാഷ് വിൽ ബി ഹാപ്പൻ. എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ 1 സോഷ്യൽ ലോഫിംഗ് വിൽ ബി ലെസ്, 2 സോഷ്യൽ ലോഫിംഗ് വിൽ ബി മോർ, 3 സോഷ്യൽ ലോഫിംഗ് വിൽ നോട്ട് എക്സിറ്റ്, 4 ലെവൽ ഓഫ് സോഷ്യൽ ലോഫിംഗ് കനോട്ട് ബി ഡിസൈഡഡ്. 4 ഓപ്ഷനാണ്. ഇതിൽ നിന്ന് ഈ ഒരു ചോദ്യത്തിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്, സോഷ്യൽ ലോഫിംഗ് വിൽ ബി മോർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്. ദ സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ക്യാരക്ടറൈസ്ഡ് ബൈ റെഡ്യൂസ്ഡ് സെൽഫ് അവെയർനെസ് ബ്രോട്ട് ഓൺ ബൈ എക്സ്റ്റേണൽ കണ്ടീഷൻസ് ഈസ് നോൺ ആസ് ഡാഷ്. അതായത് സെൽഫ് അവെയർനെസ് കുറവുള്ള ഒരു സൈക്കോളജിക്കൽ സ്റ്റേറ്റ്, അത് എക്സ്റ്റേണൽ കണ്ടീഷൻ കൊണ്ടും ആവണം. അപ്പം ഓപ്ഷൻ 1 എക്സ്ക്ലൂഷൻ, 2 എൻറ്റിറ്റേറ്റിവിറ്റി, 3 ഡി ഇൻഡിവിജ്വേഷൻ, 4 ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്, ഡി ഇൻഡിവിജ്വേഷൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഓൾദോ ഷീ ലൈക്സ് ടു വെയർ ഗോൾഡ് ഇയർ റിങ്സ് വെരി മച്ച്, Tanmaya removed the same when he joined a school where gold ornaments are not allowed. The social influence is example of dash. Option 1 compliance, option 2 conformity, option 3 symbol influence, option 4 pluralistic ignorance. അപ്പോൾ നോക്കുക, ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് കൺഫോമിറ്റി ആണ്.
നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.